നമുക്ക് റാപ്പറുകളാം ഞാൻ മാസങ്ങളായിട്ട് കഷ്ടപ്പെടുന്നു. ഞാൻ മാസങ്ങളായിട്ട് റാപ്പ് ബീറ്റ് ഇതാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഓരോ വരികൾ എഴുതി ഇതാക്കി കൊറേ ചെയ്ത് നോക്കി തൃപ്തി കിട്ടുന്നില്ല. നമുക്ക് ഒന്നിച്ചിറക്കിയാലോ, റാപ്പ് ഇറക്കിയാലോ? കിടിലം പ്ലാനടാ മുത്തേ. ഇങ്ങനത്തെ ഐഡിയ. എന്റെ പേര് തൊപ്പി, ഞാൻ മല്ലു ഗെയിമർ കേട്ടോ. എന്റെ പേര് ലോട്ട, LOTT ഓ ലോട്ട. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കാവോ ഞാൻ അണ്ടർടേക്കർ ആണ്? നീ അണ്ടർടേക്കർ അല്ലടാ. അങ്ങനല്ല, നീ അണ്ടർടേക്കറിന്റെ ഉപ്പാണ്. സത്യമായിട്ട് വിക്കിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോ ഞാൻ വിചാരിച്ചില്ലട്ടാ, ഇങ്ങനെ ഇത്ര ടാലന്റ് ഉള്ള ഒരു മൈരനാന്ന് ഞാൻ വിചാരിച്ചില്ലടാ. സോറി, അങ്ങനല്ല. ചുമ്മാ ഞാൻ നിനക്ക് ഫോൺ മേടിച്ചോണ്ട് വരുമോ? അവസാനം ഞാൻ എന്തിനാണ് പറ്റിക്കേണ്ട കാര്യം? നിന്നെ പറ്റിക്കേണ്ട കാര്യം? നിന്നെ ഇത്ര ആൾക്കാർ കരുതില്ല, എന്നെ ഇത്ര ആൾക്കാർ കരുതില്ല, നമ്മൾ ഇത്ര ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നില്ല. ഞാൻ പറ്റിക്കേണ്ട ആവശ്യം അല്ലേ? 5 ഗ്രാം എടുക്കാനുണ്ടോ ബ്രോ? അത് വളരെ സീരിയസ് ആയിട്ട് പറയാണ്. തന്തയില്ലായ്മ എൻ്റെ അടുത്ത് പറയരുത്, ഓക്കെ? വളരെ സീരിയസ് ആയിട്ടാണ്. നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ NDPS ആയർനാട്, അതിന്റെ വേറൊരു സാധനം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, NDPS ആക്ട്. അതിന്റെ ഫുൾ ഫോം ആണ്. എന്താന്ന് ഇവന്മാർക്ക് അറിയാവോ? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്താന്ന് നിനക്കറിയാവോ? എന്താണെന്നറിയാവോ? അതല്ലേ പറയാൻ പറ്റുന്ന കാര്യം. എന്താ കാര്യം? ചുമ്മാ അത് പറഞ്ഞപ്പോ പഞ്ചാൻ വേണ്ടിട്ട് എന്തോ പറഞ്ഞു വരാന്ന് ഒന്നും പറയാനില്ല. എന്റെ പേര് വിക്കി, ഞാൻ മല്ലു റാപ്പർ കേട്ടോ. 10 രൂപ ത്രൂ ഗൂഗിൾ പേ. ആൾക്കാരെ ഉള്ളൂ ഇവിടെ, 5ഉം 10ഉം മാത്രമേ ഉള്ളൂ. ലോട്ട്സ് ഓഫ് മണി ഉള്ള ലോട്ട്സ് ഓഫ് മണി ഇടക്ക് വരും. ഇടക്ക് ചില റിച്ച് പുണ്ടച്ചി മക്കൾ 500-1000 ഇടും, പക്ഷെ അപ്പെങ്കിലും ഇടും. ബാക്കിയെല്ലാം ഇവർക്ക് ഈ ചാറ്റ് പറയുന്ന ഡൊണേഷൻ കോഡ് പറഞ്ഞാൽ ഇതുകൊണ്ട് വിളിച്ചു പറയാം. Narcotics is a dirty business. യെസ്, തീർച്ചയായിട്ടും. ട്രൂ. ഫ്രഷ്. അടുത്ത പരിപാടിയാണ്. അടുത്ത ഫ്യൂച്ചർ പ്ലാൻ റാപ്പ് വിത്ത് വിക്കി. ഓക്കെ, ഹായ് വിക്കി, തിരിച്ചു എപ്പോഴാ ജയിലിലോട്ട്? എന്തോ തിരിച്ച്? ഒന്നുമില്ല, അത് വിട്. DC ഡിസ്കോ ട്രോൾസ് യാരുമില്ലാതെ ആരാണ് വരാത്തെ, യാരുമില്ലാതെ വാടാ. എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം, ഒരുമിച്ച് ഒരു സ്റ്റെപ്പ്. മുഷിക്കൊള്ളുട്ടാത്തെ പഴം പൊരി, പൊരി ആർക്കാ വേണ്ടാത്തെ, നിനക്കണ്ണ വേണ്ട, എനിക്കണ്ണ വേണ്ടാത്തെ. എങ്ങോട്ടേലും പാട്ടും പറയാം. അടിച്ചിട്ടൊന്നുണ്ടാവില്ല എന്തായാലും. ഇത് മുസ്ലിം സിമ്പിൾ ആയിട്ട് ഒരാളുടെ കല്യാണത്തിന് വളരെ സന്തോഷപൂർവ്വം ഒരാള് ആ സന്തോഷത്തിന് മതിയില്ല. ഇത് മുസ്ലിം കല്യാണം, എന്തായാലും കള്ളു ഒഴിച്ചിട്ടല്ല. പിന്നെ എങ്ങനെ ഇയാൾക്ക് ഈ സാധനം കിട്ടുന്നത്? കണ്ട പിള്ളേരുടെ കൂടെ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ അൽസ ഒന്ന് കട്ടായി. ആർക്കൊന്ന് അൽസ ഒന്ന് കട്ടായി അതാന്ന് തോന്നുന്നു. അങ്ങനെന്തോ ആണിത്. സ്റ്റക്ക് വീഡിയോ എന്താ നിക്ക്, എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്. വിക്കി മെസ്സി ഫാനാണോ റൊണാൾഡോ ഫാനാണോ? ക്രിസ്ത്യാനോ റൊണാൾഡോ. ജസ്റ്റ് മിസ്. ഇതെന്താണ്? ഇതെന്തൊരു കറക്കി കൂത്താണ് ലൈഫിൽ. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ കറക്കി കൂത്ത് ഇതാണ്. ലിയോണൽ മെസ്സി. മെസ്സിയാ? മെസ്സി ഫാൻ പോടാ തന്നെ. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞ അവരൊരുമിച്ചല്ലേ എല്ലാ വർഷവും ഇത് മറ്റേ അവരല്ലേ ഇതിഹാസം. അവിടെ കാര്യം പറ, നീ മെസ്സി ഫാനാണോ റൊണാൾഡോ ഫാനാണോ? IM വിജയൻ. ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ഒരു 100 രൂപയാകുമോ ഷഡി വാങ്ങാനാണ്? 100 റുപ്യക്ക് വാങ്ങുന്ന ഷഡ്ഡി 100 റുപ്യക്ക് വാങ്ങുന്ന ഷഡ്ഡി ഇട്ടിട്ടാണ് ഓരോ നടക്കാൻ പോകുന്നത്. 100 രൂപയ്ക്ക് ഷഡ്ഡി വാങ്ങാൻ പൈസ ഇല്ലാത്തവൻ എങ്ങനെയാന്നുള്ള സൂപ്പർ ചാറ്റ് ചെയ്തത്? 100 രൂപയുടെ ഷഡ്ഡി അത് എനിക്കറിയണം.
ഇതെന്താ എല്ലാരും സൂയി അട തുടങ്ങി ചാറ്റിൽ കൊറേ റൊണാൾഡോ പൊട്ടന്മാരുണ്ട് നായിനം. സത്യം പറ, നീ റൊണാൾഡോ വേണം മെസ്സി വേണം? സത്യം പറ. കാൽപന്ത് കളിയിലെ വില്ലാളി വീരൻ യുവത്വം തലമുറയിൽ എത്തുമ്പോഴേക്കും ചെറുപ്പത്തിൽ നിന്ന് തന്നെ ഫുട്ബോൾ തട്ടി ഇതിഹാസ നായകനായി തൃശൂർ പൂരത്തിന് പോലും പ്ലക്കാർഡ് മുക്കിയ ലിയോണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസ നായകന്റെ ഇഷ്ടപ്പെടാത്ത ആരാണ് ഇവിടെ ഉള്ളത്? എടാ ലയണൽ മെസ്സി അല്ല സൂയി. എടാ ഈ റൊണാൾഡോനെ പൊട്ട. എടാ നീ എന്തെങ്കിലും ഒന്ന് ഉറച്ചിക്കണ. ഞാൻ അവിടെ കാര്യം പറ, തമാശ കളിക്കണം. എനിക്ക് ഇത് ഈ ലൈവിന് മുന്നോട്ട് പോകണമെങ്കിൽ നീ റൊണാൾഡോ ഫാനാണോ മെസ്സി ഫാനാണെന്ന് എനിക്കറിയോ? നമ്പർ 10 മെസ്സി, അർജന്റീന. Let's go! പക്ഷെ അർജന്റീന ജയിക്കുന്ന സമയത്ത് ഞാൻ ജയിലിലായിരുന്നു. വീണ്ടും ജയിലിലേക്ക് എനിക്ക് കേൾക്കേണ്ട ആവശ്യം. പക്ഷേ ജയിലു അലാക്ക് ഇവനല്ല എങ്ങനെയാ ഫാൻസി റൊണാൾഡോന്റെ എനിക്ക് ലാസ്റ്റ് ഇറങ്ങിയ ക്ലിപ്പ് കണ്ടില്ല? റൊണാൾഡോന്റെ ലാസ്റ്റ് ഇറങ്ങിയ ക്ലിപ്പ് കണ്ടില്ല? ഇല്ല. എടാ ഇതിന്റെ ഉള്ളില് ഫ്ലാഗ്, ഏതോ രാജ്യത്തിന്റെ ഫ്ലാഗ് എടുത്തിട്ടില്ല, അൽ ഹിലാലിന്റെ ഫ്ലാഗ് എടുത്തിട്ട് സാമാനത്തിനുള്ളിൽ തിരകിയിട്ട് ചാടി. നമ്മളെല്ലാം ചെയ്താ പൂരത്തരം. റൊണാൾഡോക്ക് എന്തും ചെയ്യാം. നമ്മ സാമാനത്തിനുള്ളിൽ എന്തെങ്കിലും ഇട്ടാ സീരി. റൊണാൾഡോക്ക് എന്ത് വേണമെങ്കിൽ എടുത്ത് ഉള്ളിലിടാം. അല്ല നീ ഒന്നും ഇട്ടല്ലേ റൊണാൾഡോ ചങ്ങായി ഒരുമാതിരിടാ. ഞാൻ കണ്ട സ്റ്റേഡിയത്തിനടി കൂടെ പോയപ്പോഴാണ് വേറൊരു മുമ്പിത്തരാ കാര്യം പറയാം. ഈ റൊണാൾഡോ ഫാൻസ് എല്ലാവരും ഞാൻ പറയട്ടെ, ആ ക്ലിപ്പില് എടാ പറ്റുന്ന ആ ക്ലിപ്പ് ഡിസ്കൗണ്ട് ഇടാം. ഞാൻ റിയാക്ട് ചെയ്യാം. തൊപ്പി ഒരു എഡിറ്റിംഗ് കോമ്പറ്റീഷൻ വെക്കുമോ? ജയിക്കുന്ന ആൾക്ക് പ്രൈസ് തന്നു. നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ദേഷ്യം ഒരിക്കലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഒരിക്കലും ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ശോഭിക്കരുത്. തമാശകൾ അക്സെപ്റ്റ് ചെയ്യണം. ദേഷ്യം വരുമ്പോ എന്ത് ചെയ്യണം? എന്താന്ന് ഒരു ഈ ഞങ്ങൾക്കൊരു സൊല്യൂഷൻ പറ. ദേഷ്യം പറയുമ്പോ ആ ദേഷ്യം ഇൻസ്റ്റന്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ഒറ്റ ഒരു പറ സൊല്യൂഷൻ പറ. ഇങ്ങനെ ദീർഘനിഷ്ഠമായിട്ടാണ് നോക്കേണ്ടത്. അതിലേക്ക് നോക്കുക, പദത്തിലേക്ക് നോക്കുക, എന്നിട്ട് ഈ കൈയിലേക്കാ കൈ നമ്മൾ ഇങ്ങനെ പവർ വെച്ചിട്ട് നമ്മൾ ക്യാമറയിലോട്ടാണ് നോക്കേണ്ടത്. ആ പവർ മൊത്തം ആ ദേഷ്യ കയ്യിൽ പോയോ? എന്നിട്ട് പൂറി മോന്റെ മോനെ എന്ന് പറ. കഴിഞ്ഞ് ഫാമിലി ഫ്രണ്ട്ലി സ്ട്രീം ആണ്. ദേഷ്യം ഇങ്ങനെ കളയാനേ പറ്റും. മനസ്സിൽ പറഞ്ഞാൽ മതി. എഡിറ്റിംഗ് കോമ്പറ്റീഷൻ നോക്കുമ്പോ ജയിക്കുന്ന ആൾക്ക് പ്രൈസ് ആണ്. എഡിറ്റിംഗ് കോമ്പറ്റീഷൻ ഓക്കെ. എന്നാ പിന്നെ എന്റെ തല വെച്ചിട്ട് എഡിറ്റ്. ഏറ്റവും ബെസ്റ്റ് എഡിറ്റിന് പ്രൈസ് ഉണ്ട്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് എഡിറ്റിന് 2000 ഓക്കെ. ഡിസ്കോഡിൽ ഫാൻ ആർട്സിൽ എഡിറ്റ്. താങ്ക് യു ബ്രോ, താങ്ക് യു. എടാ ഇത് ഫാൻ ആർട്സിലോ അല്ലെങ്കിൽ ഇതിലോ ഇട്, തംബ്നെയിൽസിലോ ഫാൻ ആർട്സിലോ വന്നിട്ട് ഇട്. ഓക്കെ, നാളെ അടുത്ത സ്ട്രീമിൽ സെലക്ട് ചെയ്യാം. അടുത്ത സ്ട്രീമിൽ സെലക്ട് ചെയ്യാം വിന്നറിന്. ഓക്കെ, 2100 രൂപ. 2100 രൂപ. ഞാൻ പറയാലോ, എനിക്ക് ഈ പ്ലെയർ ഏതാന്ന് അറിയാണ്ട് ഞാൻ കൊറേ മണ്ടത്തരം പറഞ്ഞു. ഓക്കെ, ഈ ഹാലാൻഡിന്റെ ഫാൻസ് എല്ലാരും എന്നോട് ക്ഷമിക്കണം. പേര് മാറ്റി പറഞ്ഞു. എടാ നായി, നിനക്കൊന്നും വീട്ടിൽ ആരും ഇല്ലടാ നായി. ഇന്നൊന്ന് അടക്കാൻ പറ്റും നായിണ്ണം. എടാ നീയല്ലേ പറഞ്ഞ അവര് പറയുന്ന എല്ലാം സപ്പോർട്ടായിട്ട് ചെയ്യണമെന്നൊക്കെ. എടാ അങ്ങനെയല്ല, അത് ഞാനങ്ങനെ ചെയ്യുന്നതാ. ഓഡിയൻസ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ എന്ത് ചെയ്താൻ തുടങ്ങിയ പണി കിട്ടും. ഞാൻ ചാവേണ്ട വരും. സീക്രട്ട് പറഞ്ഞിട്ടുണ്ടോ? സീക്രട്ട് എന്താ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു? ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കി നീ പൊളിയാണ്. ഹാലൻഡി ഫാൻസിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, നിനക്ക് ആ പ്ലെയറിനെ കുറിച്ച് അറിയാം. എടാ ഏത് പിള്ളേരാടാ? അടാ ഇത് പണ്ടത്തെ വീഡിയോ ടിക്ടോക്ക് എന്നല്ല എഴുതി കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് 2015 വീഡിയോ.
all about you, bro. ഇത് തൊപ്പിയുടെ വണ്ടി, അത് മങ്ങാനും, അത് ചാട്ടയുടെ വണ്ടി, അത് ചാട്ട പറയും വണ്ടി, അത് ലോകത്തിലെ വണ്ടി, അത് ചീരിപ്പായ വണ്ടി, കേരളം മൊത്തം കിടക്കും വണ്ടി. ഇത് തൊപ്പിയുടെ വണ്ടി, ഇത് ചാട്ടയുടെ വണ്ടി, അത് ഒരു മഞ്ഞ വണ്ടി, അത് पैसा सटो ओवरलोड कैश फ्लो ब्रो पैसा के बोर्ड गनी न सकिने भो पैसा को बोर्ड पैसा जड़े को बोर्ड തൊപ്പിയെ കുനിച്ചു നിർത്തു. मेरो हाथ से रबिताई दे आज बोली को न सोच के न पैसा संग पैसा मचंग ये संग എടാ എനക്ക് മോടി ചെയ്യണോ, എനിക്ക് നേരെ മോടി ചെയ്യണോടാ. मसंग ये എന്റെ വണ്ടീനെ പറഞ്ഞാട്ടോ, അള്ളാണ് ഞാൻ കാര്യം പറയാലോ. മച്ചാ ഞാൻ എന്തോ നീ ഇത്ര ആൾക്കാർ അറിയുന്ന നീ എന്തോ മുമ്പാണ് എടുത്തേ. എടാ എന്റെ ചക്കക്കുരാണിത്. നിന്റെ ചക്ക what the fuck you are talking, bro? 10 രൂപ Why are you talking like this, bro? I'm automotive enthusiast. Okay, you should never talk like this, huh? തമാശയല്ല തമാശ, പക്ഷെ ഞാൻ കാര്യം പറയില്ല. എന്റെ വണ്ടി എനിക്ക് പൊന്നാ. മച്ചാ ഞാൻ കാര്യം പറയാം. അങ്ങനെ പറയേണ്ട കാര്യം. ഞാനൊരു മഞ്ഞ ഗോൾഡ് എന്റെ മുന്നിൽ നിൽക്കുന്ന പോലെ എന്റെ വണ്ടി കാണും. കോട്ടും തൂക്കും ഇട്ടോണ്ട് ഇയാള് പോയി വീഡിയോ എടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞായിരുന്നു വലിയ രണ്ട് കഥ വരുമെന്നാണല്ലോ. ടാറ്റ ഞാൻ എടുക്കാനാണ് ഇത് പോയെ. ഇതുകൊണ്ട് ഇട്ടേക്കുന്നല്ലോ, അതുകൊണ്ട് ഇടിച്ചെങ്ങാണ്ട് കയറി കൈ ഒടിഞ്ഞു വിടിരുന്നില്ലേ, എന്നിട്ടും വിട്ട വണ്ടി. ആ വണ്ടി മുത്തേ ചത്താല് ഞാൻ ആ വണ്ടി വിൽക്കൂല. ഓക്കെ, ആ വണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ ഫസ്റ്റ് വണ്ടിയാണ്. ഞാൻ അത് ഒരിക്കലും വിൽക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ആരെല്ലാം എന്തെല്ലാം കളിയാക്കി ചക്കക്കുരു എന്തെല്ലാം പറഞ്ഞു, അന്നെ എന്തെല്ലാം പറഞ്ഞു കളിയാക്കി. ഞാൻ ഒരു ഐഡിയ പറയാം. നീ അതിന്റെ താഴെ ഒരു ടാങ്ക് പണി, എന്നിട്ട് വാളയാർ വഴി എന്റെ കൂടെ വാ. എന്തിന്? ഞാൻ പറയാം, പൈസ ഉണ്ടാക്കാം നമുക്ക്. ടാങ്കാ? താഴെ ഒരു ചെറിയ ടാങ്ക് വന്നിട്ട് പാലക്കാട് വരെ പോന്നു. അതെന്താ ടാങ്ക്? എന്തിനാ? സ്റ്റോറേജ് പോലെ സാധനത്തിൽ നല്ല ഡിമാൻഡുള്ള പരിപാടി ഉണ്ട് എന്റെ വരുന്നോ? എന്ത് പരിപാടി? ഡോണാക്കാം വാ. ഡോണാണോ? എന്താ അതെന്താ ഇപ്പൊ പറ ടാങ്ക് എന്തിനാ? അഖിൽ ഡൊനേറ്റഡ് 5 രൂപ ഗൂഗിൾ പേ. അത് ഒരു ലൈവ് പോലെ ചെയ്യാം നമുക്ക്. വാളയാർ തൊപ്പി എനക്കൊന്നും മനസ്സിലായില്ല. ടാങ്ക് എന്തിനാ എനിക്ക് മനസ്സിലായില്ല. खोल खोलो आणि बुझ सोच कुरा अंबानी को एंटीलामा खोले दिंचु पेंटिंग आना पैसा येती धेरै सोल्टी कम ഈ വണ്ടിന് ആൾക്കാർ കളിയാക്കിയിട്ട് ചക്കക്കുരു എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വണ്ടിക്ക് പേര് ചക്കക്കുരു തന്നെ പേരിട്ട്. ഇപ്പൊ എന്റെ ചക്കക്കുരു ആണത്. എന്റെ സ്വർണ്ണക്കട്ടി ചക്കക്കുരു കുറച്ചു കുത്തി പുറത്ത് കിടപ്പുണ്ട്. ഞാൻ സൗണ്ട് ഉള്ളതുകൊണ്ട് പുറത്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വണ്ടി കണ്ടിട്ട് ഒരു രോമാഞ്ചലം വരുന്നില്ലേ കാണുമ്പോ? വണ്ടിയുടെ കളർ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ നിനക്ക് മഞ്ഞ കവറിൽ തന്നെ പൊതിഞ്ഞോണ്ട് വന്ന ലാസ്റ്റ് നോക്കാൻ പറ്റാ. ഒരാളൊരു ചാലക്കുടി എപ്പോഴാ ബ്രോ പോസ്റ്റർ കണ്ടല്ലോ? ചാലക്കുടി തൃശ്ശൂർ ചാലക്കുടി മറ്റന്നാള് എത്രാം തീയതി? 3-ാം തീയതി തൃശ്ശൂർ ചാലക്കുടി 3-ാം തീയതി വൈകുന്നേരം 3 മണിക്കാൻ വരും. കാളങ്ങോട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ഉണ്ടോ? 3-ാം തീയതി. എവിടെ? ചാലക്കുടി എനിക്ക് ഞാനും ബാബ്സാന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഇല്ല. ഫസ്റ്റ് ടൈം എബ്രഹാം വലിയ അടിപൊളി പയ്യനാണ്, കിട്ടില്ല മനസ്സിലാണ്. ഭയങ്കരമായിട്ട് വണ്ടിയോട് സ്നേഹമുള്ള ശരിക്കും വണ്ടി. ഞാൻ മോന്റെ കയ്യിൽ എന്റെ വണ്ടി മോഡ് ചെയ്യാൻ കൊടുത്താലെന്ന് ആഗ്രഹിക്കുന്നു. അവൻ അടിപൊളിയാക്കി തരും. കാരണം അവന്റെ കുട്ടിക്കാലം മുതലേ അവന്റെ വണ്ടിയോടുള്ള ക്രേസ് ഭയങ്കരമാണ്. അവൻ അത് ബിൽഡ് ചെയ്ത് കയറി വന്ന പയ്യനാണ്. ഭയങ്കര ടാലന്റ് പയ്യനാണ്. തൊപ്പി റിയാസ് ഡൊനേറ്റഡ് 30 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫസിനെ വിക്കിക്ക് സെറ്റാക്കി കൊടുക്കുക. നിന്റെ അച്ഛനെ എണ്ണ തേച്ച് തിരിച്ചു നിർത്തി ഞാൻ വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഓഡിയൻസ് ബ്രോ, ഓഡിയൻസ് സൂപ്പർ ചാറ്റ് ബ്രോ, സൂപ്പർ ചാറ്റ് ഡിസപ്പോയിന്റഡ് ആയി ബ്രോ. എന്തായാലും പറയാൻ നിങ്ങളൊരു തീട്ടം പറ്റിയ ഓഡിയൻസിന്റെ ഒരു വിഭാഗം ഉണ്ടോ? അത് കാരണം ലൈവ് ചെയ്യാനുള്ള മൂഡ് തന്നെ പോകുന്നു. ഞാൻ കാര്യം പറയാല, ഒരു തീട്ടം പറ്റിയ സൈഡ് ഉണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ. സൂപ്പർ ചാറ്റ് ബ്രോ. എല്ലാരും സ്പാം ചെയ്യടാ. റോഹൻ ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. മങ്കി ആപ്പിൽ കയറും. മങ്കിയിൽ കയറാം. എല്ലാരും ചൊല്ലാണ് നന്നാവൂല. മച്ച ദാഹിക്കുന്ന മച്ച വെള്ളം ഉണ്ടോ ഇവിടെ? വെള്ളം എടുത്തോടുത്ത എല്ലാരും ചൊല്ലുന്നു നിങ്ങളുടെ പേരെന്ത്? ഇതൊക്കെ ചുമ്മാ കൈ തരുന്ന റാപ്പാണ്. ഞാൻ നിങ്ങളെ കുറിച്ചൊക്കെ റാപ്പ് പറയണമെന്ന് ഇതിനകത്ത് ഞാൻ ഇരുന്നിട്ടില്ലല്ലോ ഇതുവരെ. എണ്ണത്തുള്ള നടത്തുള്ള ആനന്ദത്തോട്ടത്തുള്ള എന്റെ ലൈവിലൊന്നും കാണാൻ ആരും ഇല്ല. നമ്മളെ ഒന്നും പണ്ടൊക്കെ എല്ലാരും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാല്
അതെന്താ? ഇവൻ എൻ്റെ ശിഷ്യനാണ്. ഞാനാണ് ഇവനെ ശരിക്കും ഞാനാണ് ഇവൻ്റെ ബാക്കിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇലുമിനാറ്റിയാണ് സംഭവം. ഞാൻ അണ്ടർടേക്കറാന്ന് പറയുന്നത്. നീ എന്റെ ഇതിൽ കസാര കയറിയില്ല മച്ചാ. ഞാൻ ദാഹിച്ചിട്ട് ഇച്ചിരി വെള്ളം കഴിച്ചിട്ട്. ജ്യൂസ് വേണോ? ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസ് എടുത്തിട്ട് വരുമോ? ഫ്രിഡ്ജിലുണ്ട്. നിനക്കെന്നാ പോയിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാ. ഫ്രിഡ്ജിൽ കയറുമ്പോ തന്നെ ഫ്രിഡ്ജ് തുറക്കുമ്പോ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഭാരമുള്ള ഫ്രിഡ്ജ് അങ്ങോട്ട് പിടിച്ച വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫ്രിഡ്ജും. ഫ്രിഡ്ജ് തുറന്നോടെ റൈറ്റ് സൈഡ് കസേര കിട്ടി. പോയി എടുത്തിട്ടോ. ഫ്രിഡ്ജില് ഉപ്പിട്ട കട്ട ജ്യൂസ് ഉണ്ട്, കട്ട വളിച്ച ജ്യൂസ് ഉണ്ട്. ഉപ്പിട്ട ജ്യൂസ് ചങ്ങായി മിക്കവാറും കുടിക്കും. കുറച്ച് കറക്റ്റായിട്ട് വേണം. അവിടെ വള്ളാടാ എന്തായി കിട്ടിയാ? കിട്ടും. എന്താ സാധനം എന്നറിയില്ല, എന്തോ ഷമാമ ചിക്കു അങ്ങനത്തെ എന്തോ എല്ലാം കയ്യിലൊക്കെ. ഇത് ഏത് കടയിൽ നിന്ന് തൊലിച്ചു വന്നത്? എന്താ നല്ല കുടിച്ചോ. എന്നാ പൂറ മൈരേ, നിനക്ക് മൈര് കൊള്ളത്തിലാണ് പൂറി. ഹാഷിം ഡൊനേറ്റഡ് ഞാൻ ഈ പറയുന്നത് കഴിക്കത്തില്ല. എനിക്ക് നോർമൽ വെള്ളം മതി. പൂമ്പിത്തരം കാണിക്കരുത് മച്ചാ. എനിക്ക് അത് ഇഷ്ടമല്ല മച്ചാ. ഞാൻ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല കാര്യമുണ്ടോ? എന്റെ പുതിയ ഷർട്ടാണിത്. അവിടെ മഞ്ഞ മൈര. ഞാൻ അങ്ങനെ ഒന്നല്ല. എനിക്ക് ഞാൻ ഡാഡിയോടായാലും ഇങ്ങനെ തുപ്പും. എനിക്കിഷ്ടമല്ല ഗായ്സ്. എനിക്ക് അമ്മച്ചാണ് എനിക്ക് ഇഷ്ടമല്ല. ഒരുമാതിരി തൊലിഞ്ഞത്. അവൻ ഏത് പൂറ്റിലെ കിടന്ന മൈര്. എടാ മൈര എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ലെന്ന്. എടാ മൈര എന്റെ ഇതെന്താടാ കുണ്ണ, നിക്ക് ബുദ്ധിയില്ല. നിക്ക് നീ മൈയെ ഊമ്പി ജ്യൂസ് തന്നപ്പോൾ ഞാൻ ഒരു തമാശ ആക്കാന്ന് ചോദിച്ചാലടാ മൈര. തമാശ. ഇവന് പിരാന്തണ്ടേ. ഞാൻ പോയി മോഹം കഴിയിട്ട് വരാം. മൈര് ഇവന് പ്രാന്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കുടിക്കും, ഞാൻ കുടിക്കത്തില്ല. എന്താണ് ചെയർ മൈര? എടാ ആരെങ്കിലും ഒരു തോർത്തെടുത്തന്ന് ഇവനെന്തിലോ ആണട്ടുള്ളത്. ആൻസർ ആർ ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കി ഡബ്ല്യു. മോലാന്നല്ലടാ ഞാൻ വിളിച്ചു പോയത് കുണ്ണ. എടാ എന്റെ പുതിയ ഷർട്ടടാ. അതിനുള്ള ഞാൻ കൊടുക്കൂടാ. ഈ കുറിയ പോലെ ഞാൻ കൊടുക്കൂടാ. അതിനുള്ള ഞാൻ കൊടുക്കൂടാ. ഇല്ലടാ ഇല്ല. അതിനുള്ള ഞാൻ കൊടുക്കടാ. ഞാൻ വരുവാ. അത്ര കഴിയാ മതി. ഞാൻ മോഹം കഴിട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വേറെ ജ്യൂസ് കിട്ടും. എടാ മൈക്കൊന്നും വെള്ളത്തിലാക്കല്ലേ. ഇല്ല. എടാ ഇവന് പിരാന്താടാ. ആ കാര്യം വല്ല മരപ്പിരാന്തനാന്ന്. അമരപ്പിരാന്തനാന്ന് ഇവൻ. വിഷ്ണു ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കി ഇസ് ഹൈ. ഇത് നിന്റെ ആണോ? നായിന്റെ മോനെ കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം കുണ്ണ. ഒരുമാതിരി പൂറ്റിനെ പരിപാടി കാണിച്ചാണ്ടല്ലോ മച്ച. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യമായിട്ടും. ഞാൻ അമ്മൂമ്മയുടെ മുഖത്തും തുപ്പിട്ടുണ്ടോണ്ട്. അമ്മൂമ്മയുടെ കുണ്ടി. സോറി. നിനക്ക് ആകെയുള്ള വൈറ്റ് ഷർട്ടാന്ന് മൈര. പുതിയ തട്ടി ഏട്ടായി മേടിച്ചു തരും. 1.5 ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കാനാണ് നിനക്ക് കിട്ടിയ വൈറ്റ് ഷർട്ട്. എത്ര എണ്ണം വേണം? ഗുച്ചി. ഇത് ഫോൺ അല്ലെങ്കിൽ നിന്റെ പൂറ ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു. അതിന്റെ ആളെ ഒരുമാതിരി മുട്ടിലടിപ്പിച്ചിട്ട്. ഷനാവാസ് ഡൊനേറ്റഡ് 20 രൂപ ത്രൂ ഗൂഗിൾ പേ. അടിയാക ബ്രോ. മച്ചാ നിന്റെ ഇത്രയും പൈസ? എടാ അളിയാ, കേരള ജനക്കൂട്ടം വിക്കി തഗ് 4-5 വർഷമായി സോഷ്യൽ മീഡിയ കിടന്ന് കൊണക്കാൻ തുടങ്ങിയിട്ട്. ഓർക്കുട്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. 2ാം ലോക മഹായുദ്ധ സമയത്ത് നിർബന്ധിച്ച് സൈന്യത്തിലേക്ക് പോകേണ്ടി വന്ന ഇറ്റലിയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലെ മുന്തിരി കൃഷിത്തോട്ടിലെ കർഷകന്റെ മകനായിരുന്നു ഫെറൂസിയോ. നീ എല്ലാവരും കൊടുക്കുന്നില്ല മച്ചോ. പക്ഷേ ഞാൻ തന്നെയാണ് 10 മിനിറ്റ് പറയണം. എടാ എന്നാലും ഞാൻ അങ്ങോട്ട് ഫോൺ കൊടുക്കുന്നില്ലാണ്ട് ആരും എനിക്ക് ഇതുവരെ ഇങ്ങോട്ടൊന്നും തന്നില്ല. ഞാൻ തരും മച്ചാ. നീ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് 16 മേടിച്ചു തന്നാൽ മതി. എടാ നീ എന്നെ തുപ്പേ തൂറി അറിയാ. എന്ത് വേണം ചെയ്തോ. നിനക്ക് എന്ത് വേണം ചെയ്തോ. നിനക്ക് എന്ത് വേണം ചെയ്തോ. അല്ല കാണിച്ചാൽ പിടിച്ചെന്നുള്ളൂ. എടാ എന്നാലും ഇതെന്തിനാ? എനിക്ക് ഫോണുണ്ട് വെച്ചോ മച്ചാ.
എടാ നീ ആരാണ്? ഇത്രയും വില പിടിപ്പുള്ള സാധനം 1 മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ 15 Pro Max എങ്കിലും മിനിമം വേണം. എടാ ആവശ്യമില്ലായിരുന്നോ? ഇറ്റ്സ് ഓക്കെ, ഫൈൻ ഡ്യൂഡ്. യോ അൺബോക്സ് ചെയ്യണം. ലെറ്റ്സ് ഗോ. അടാ ഡബ്ല്യു വിക്കി. അജ്മൽ ഡൊനേറ്റഡ് 10 Let's രൂപ go. ഗൂഗിൾ പേ. വിക്കി ഒരു മൈരൻ തന്നെ. ഇപ്പൊ ഞാൻ എന്താ ഫോണോടെ? ഞാൻ ഈ ലൈവിൽ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് കാണണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ഫണ്ണി കാണിച്ച് നിർത്താമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഐപാഡ്. എടാ ഇത് ഫ്രഷ് സാധനമാണ്, ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇത് കണ്ടന്റ് മെയിൻ ആവുമെന്ന് വിചാരിച്ച് ചെയ്തത്. പക്ഷെ അതിന് ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ റാപ്പ് പാടി, അതിൻ്റെ ഇടയിൽ വഴക്കായി. ഇത് ഫസ്റ്റേ ചെയ്തായിരുന്നെങ്കിൽ ഈ ലാസ്റ്റ് ഇങ്ങനെ വരത്തില്ലായിരുന്നു. ഫസ്റ്റേ കാണിക്കായിരുന്നു. പക്ഷെ ഇത് ലാസ്റ്റ് ഞാൻ പഞ്ചിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തതാണ്. പണ്ണ് നീ എന്നെ പണ്ണ് ഇതിൽ നല്ല പണ്ണ് ഞാൻ ചെയ്ത അങ്ങനല്ല മച്ചാ. എന്താണ് ഇത് റൊട്ടി മച്ച സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത് ജസ്റ്റ് ആദ്യം കാണിച്ചായിരുന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലിക്കായേനെ, ചിരിച്ചേനെ. ഇത് അവസാനം കാണിച്ചോണ്ടാണ്. അതിനിടയിൽ ഇങ്ങനെ കുറെ സാധനം ആ ജ്യൂസ് ഇത് യൂസ് ചെയ്താ പറ്റാ. അല്ലല്ല ഇത് നീ വെച്ചോ. ഐപാഡ് മോനെ ഐഫോൺ ലെബിൻ ജോൺ ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. ശരിക്കും ഞാനില്ലേ ഇത് ആദ്യം കാണിച്ചായിരുന്നു ഇത് ഫണ്ണായി പോയത്. ഇതിപ്പം അവസാനം കാണിച്ചോണ്ടാണ് നിങ്ങൾക്കായി ഗീവ് അവേ ചെയ്യുന്നത്. ഞാൻ പക്ഷേ നീ തുപ്പിയ സ്ഥിതിക്ക് സാധനം എന്തെങ്കിലും എനിക്ക് നല്ലത് നീ ചെയ്യുമെന്ന് വിചാരിച്ചോടാ. ഞാൻ ആദ്യം തുപ്പെന്ന് വിചാരിച്ചാണ് ഇത് തന്നെ. തുപ്പി പോയതല്ലേ അവസാനം. ഞാൻ അതാ പറഞ്ഞ ആദ്യമേ കാണിച്ചാൽ. ഞാൻ പക്ഷേ നീ എനിക്ക് തരാൻ വേണ്ടി ഫോൺ തരാൻ വേണ്ടി തുപ്പിയാത്. പക്ഷെ അടുത്ത ഒരു ലൈവ് ഉണ്ടെങ്കിൽ കേരള ജനക്കൂട്ടം വിക്കിത്തൊക്കെ നിന്റെ അടുത്ത് പറയുന്നു, ചെറിയനാട് സലാല മൊബൈൽസ് റിയാദ് സ്പോൺസർ ചെയ്യുന്ന iPhone 15 Pro Max. സീരിയസ്ലി ഇത് വെറുതെ പറയുന്നല്ല. സലാല മൊബൈൽസ് നിങ്ങളോടൊപ്പം. സാൽ മൊബൈൽസിൽ ആര്? റിയാദ് സലാല. റിയാദ് നിങ്ങൾ ഒന്നിച്ചു വന്നേ കഴിയോ? ഓ സ്പോൺസർ ചെയ്യോ? എടാ പോടാ, നീ തള്ളല്ലേ അവനാണെ ഫോണിന്റെ കാര്യം ഡീൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവ അത് ഡീൽ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു തമാശ കാണാം. ശരിക്കും ഫോണാര് നീ കൊണ്ടുവന്നില്ലേ? ഞാൻ മച്ചാ ചുമ്മാ പ്രാങ്ക് കൊടു, തമാശ കൊടു. ശരിക്കും ഫോൺ കൊണ്ടുവന്നോ? നിന്റെ കയ്യിൽ 15 Pro Max ഇരിക്കും. എപ്പോ നീ കണ്ടോ? അടുത്ത ലൈവ് നീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവന്റെ 15 Pro Max ആണ്. അത് കൊടുക്കുന്നത് ഞാനല്ല, സലാല മൊബൈൽസ് റിയാദ് സലാല ചെറിയനാട്. ആനന്ദ് ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കിനെ അടിച്ചു കൊല്ല് ബ്രോ. അകത്തൂടെ കേട്ടു തുമ്പിക്കൈ പൊങ്ങിയിരിക്കുന്നു. നല്ല സുഖമുള്ള പരിപാടിയാണോ? ഭയങ്കര രാവിലെയും വൈകിട്ടും മേടിച്ച് വെച്ചാൽ മതി. കിടിലം പരിപാടി. ഞാൻ മച്ചാ ഇത് ശരിക്കും ആദ്യം കാണിച്ചായിരുന്നെ ഫണ്ണായേനെ. പക്ഷെ ഇത് അവസാനം ഇത്രയൊക്കെ ട്രാജഡി നടന്നതിന് ശേഷം ലാസ്റ്റ് വന്നപ്പോൾ പക്ഷേ മച്ചാ iPhone 15 Pro Max നിന്റെ കയ്യിലിരിക്കുന്നു. ഇങ്ങനെ സംസാരിക്കുന്നവരടുത്ത് ഞാൻ എന്ത് പറയാനാണ്? ഇങ്ങനെ സംസ്കാരമില്ലാതെ ഒരു മനുഷ്യന്റെ വിളിച്ചിട്ടല്ലേ വന്ന് വിളിച്ചു വരുത്തിട്ടല്ലേ. പടാ പുരി പറയാൻ എനിക്ക് IG-യെ കാണാനുണ്ടായിരുന്നു. ഐരാവതം ഗണപതി നമ്മുടെ ഫ്രണ്ടാ, ബസിന്റെ ഉണ്ടാ. ഇത് മങ്കിയാപ്പ് കിട്ടുന്നില്ല. വേറെ പറ. ഞാൻ വീണ്ടും പറയുന്നു, ഗുണ കേവിലെ മഞ്ഞ് കൊള്ളാൻ വരുന്നു. ഈ വിളിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള പെൺപിള്ളേരെ കിട്ടുന്നത് ചുമ്മാ ശരിയാണോ? ലെബിൻ ജോൺ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. വിക്കിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? എനിക്ക് ഗേൾഫ്രണ്ട് ഉണ്ട്. അവളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാലാ സീക്രട്ട്. നിന്റെ തല വെച്ച് അത് ആണോ? എന്താടാ അടിച്ചാ എന്തുവാടാ? സാമാനം കാണിക്കുക അവനെ കാണിച്ച് ഞാനും പൊക്കി പിടിച്ചോണ്ട് കിട്ടും. എടാ നീ ചാവാന്നോ? എന്ത് എവാളുവേ അക്കരയിലും എന്താടാ മലയത്തിൽ അടിക്കണോ?
എന്തോ കാണിക്കാൻ പോന്നെ എന്നിട്ട് ഇവൻ നായിന്റെ നമുക്ക് പേടിയാണ് ഇപ്പൊ ഷനാവാസ് എം ഡൊനേറ്റ് 50 രൂപ through Google Pay. Wiki, I need some drugs. പെണ്ണുങ്ങളെ ഇതിൽ കിട്ടൂലാണ് ഇതൊരു अगर तुम ऐसा എന്നെ തല്ലണം നിനക്ക് എന്നെ അടി हम लोग क्या है क्या बोला थपड़ी हो तो क्या बोला सुनता नहीं है और एक बार बोलो पूरी ഡച്ച് മക്കളാടാ ഒരു പെണ്ണ് പോലും നമ്മളെ സ്കിപ്പ് ചെയ്യാൻ നിൽക്കുന്നില്ലല്ലോടാ എടാ എന്ത് ജീവിതാണിത് ഈ ലുക്ക് കണ്ടിട്ടല്ല എന്റെ ജ്യൂസ് എന്റെ ഫോണിൽ വന്ന് വീണടാ നീ മാണം വിട്ട് വെച്ച് പോയെങ്കിൽ ഇത്രയും പ്രശ്നമില്ലടാ ഇത് തുപ്പിക്കളഞ്ഞടാ മയില് ഞാനാണോ പിന്നെ നീ അല്ലാണ്ട് ഇതിന്റെ മടിസ്കോട്ട് കയറ്റിയ കിട്ടേണ്ടത് കിട്ടിയല്ല അങ്ങനെ കടന്നതിന് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയല്ല അത് മതി കിട്ടേണ്ട കിട്ടിയല്ല ഇതെന്താടാ ഡ്രൈവിങ്ങിന്റെ അടക്ക് പരിപാടിയാ ഒരു കയ്യില് ഡ്രൈവ് ചെയ്ത് മറ്റേ കൈനെ കൊണ്ട് വന്ന് ചെയ്യുന്നു നോക്കിയാ നാറി എടാ പൂറി മനെ കൊറേ നേരം വരും പെണ്ണുമ്പോൾ ഇനി വീട്ടിൽ പോകും മയില് എടാ നിക്കട കുറച്ചേറ്റ് പോവാ 10 മണി തൊട്ട് മയിലാണെങ്കിൽ എത്ര മണിക്കൂറാന്നറിയാവോ എടാ കുറച്ചേറ്റ് പോവാടാ തലയിൽ അണ്ടി വാ ഇങ്ങോട്ട് മയില് ഞാൻ അടുത്ത ലൈവിൽ സോറി മച്ചാ പോലടാ പോയി